ഇതിനിടയിൽ ബാറുകളുടെ സമയക്രമം ദീർഘിപ്പിച്ചതിൽ സർക്കാരിനെതിരെ പ്രതിഷേധം ഉയരുകയാണ്. ബാറുകളുടെ സമയം വർദ്ധിപ്പിച്ചത് പൊതുസമൂഹത്തിന് വലിയ ഭീഷണി ഉണ്ടാക്കുമെന്ന് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ പറയുന്നു. എല്ലാ മതങ്ങളും ഇതിനെതിരെ ശബ്ദമുയർത്തണം. മദ്യം വിറ്റ് ലഭിക്കുന്ന പണം കൊണ്ട് ആവശ്യമില്ലാത്ത സംഗമങ്ങൾ നടത്തി വെറുതെ ധൂർത്തടിച്ച് സമ്മേളനങ്ങൾ നടത്തി പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനാണ് ശ്രമം. ഈ രീതിയിലല്ല സർക്കാർ വരുമാനം കണ്ടെത്തേണ്ടതെന്നും ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ വിമർശിച്ചു. ക്രൈസ്തവർ മാത്രമല്ല തോന്നുന്നത് എല്ലാ മതങ്ങളും ഇതിനെ ഒരുമിച്ച് ഈ നയത്തിനെതിരായി ശബ്ദമുയർത്തേണ്ടത് ആവശ്യമാണ്. ഈ മദ്യം ഇത്രയും സുലഭമായി കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് ഒന്ന്, അതുകൊണ്ട് കൂടുതൽ അക്രമവും അനീതിയും പിടിച്ചുപറിയും കൊലപാതകവും വർദ്ധിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. രണ്ടാമത്, ഇങ്ങനെ കൂടുതൽ മദ്യം വിറ്റ് കിട്ടുന്നതായ പണം കൊണ്ട് ആവശ്യമില്ലാത്ത ആഗോള സമ്മേളനങ്ങൾ നടത്താനായിട്ട് ഗവൺമെൻറ് സാധിക്കും. അതാണ് ഇതിൽ നിന്നുണ്ടാകുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒരു 1850 കോടി രൂപ ഈ ബാറിൽ നിന്ന് മാത്രമായിട്ട് ഒരു വർഷം ഈ ഗവൺമെൻറ് കിട്ടുന്നുണ്ട് വരുമാനം. അതിനേക്കാൾ ബാറുകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ KCBC മദ്യവിരുദ്ധ സമിതിയും രംഗത്ത് വന്നിട്ടുണ്ട്. അവരിന്ന് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷനുമായി കൂടിക്കാഴ്ച കോട്ടയം ദേവലോകത്തെ ഓർത്തഡോക്സ് സഭാ ആസ്ഥാനത്തായിരുന്നു കൂടിക്കാഴ്ച നടന്നത്. കത്തോലിക്ക സഭയുടെ വിവിധ രൂപകളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവയുമായി കൂടിക്കാഴ്ച അതിനു വേണ്ടുന്ന രീതിയിൽ കേരള സംസ്ഥാനത്തുടനീളം മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനിടെ മൈക്ക് വീണ്ടും തകരാറിലായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.